ഏകനാഥ കവിയുടെ മഹാപ്രസ്ഥാന പാഠകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഒടുക്കം വീണുകിടന്ന ദ്രൗപദിക്കരികിലേക്ക് അയാൾ ഇഴഞ്ഞു നീങ്ങി. പിന്തിരിഞ്ഞു നടന്നാൽ സ്വർഗം നഷ്ടമാകുമെന്ന് ഗുരുവര്യന്മാരെല്ലാം പറഞ്ഞിട്ടും അയാൾ വീണുകിടക്കുന്നവളുടെ കൂടെ ഇരിക്കാൻ തീരുമാനിച്ചു. അവൾക്കായി അയാൾ സ്വർഗം പോലും വേണ്ട എന്ന് വെച്ചു. അവൾക്ക് വേണ്ടി ദുശാസനന്റെ മാറു പിളർന്ന് ആ രക്തം കൊണ്ട് പാഞ്ചാലിയുടെ മുടി കോതി കെട്ടിക്കൊടുത്തു. അവൾക്ക് വേണ്ടി കല്യാണ സൗഗന്ധിക പുഷ്പം തേടി ഘാതങ്ങൾ താണ്ടി. ആ വേളയിൽ ഹനുമാനോട് പോലും യുദ്ധം ചെയ്യേണ്ടി വന്നു. എന്നും കൂട്ടത്തിൽ രണ്ടാമനായിരുന്നു എന്നറിഞ്ഞിട്ടും ഇത്രയെല്ലാം പാഞ്ചാലിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടും ഒടുക്കം അവസാനമായി അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനിയും ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ലോക ചരിത്രത്തിലെ ഒരേ ഒരു ഭീമൻ, ഫുട്ബോൾ ഇതിഹാസത്തിലെ ഭീമാവതാരമാണ് ഓരോ ഗോൾ കീപ്പറും. ലോക ഫുട്ബോളിന്റെ വർണ്ണവ്യവസ്ഥയ്ക്ക് അപ്പുറമായിരുന്നു എന്നും ഒരു ഗോൾ കീപ്പറുടെ സ്ഥാനം. സജീവമായി വാഴ്ത്തപ്പെടുന്ന ഗോൾ സ്കോറർമാർക്കൊപ്പം ഒരിക്കൽ പോലും ഗോൾ കീപ്പർമാരുടെ പേരെഴുതി വെച്ച ചരിത്രം സമീപകാലം വരെ ഫുട്ബോളിനില്ല. പക്ഷേ നിയാസ് എന്ന അജുവിന്റെ പേര് SPL കഥകളിലെ നൂലിഴകളിൽ എങ്ങനെ നാം കോർത്തു വെക്കാതിരിക്കും? ഇത്രയും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള മറ്റൊരു ഗോൾ കീപ്പർ SPL ചരിത്രത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. വർത്തമാന ഫുട്ബോളിനായാൽ എമി മാർട്ടിനസോ മാനുവൽ ന്യൂയറോ ആണ്. ഫുട്ബോളിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ ഒളിവർ ഗാനോ സാക്ഷാൽ ഇഗ്ഗിറ്റയോ തന്നെ. ഫൈറ്റേഴ്സ് കുറുമ്പാലയുടെ മുൻകാല കിരീട നേട്ടങ്ങളിലെല്ലാം മഹാമേരു പോലെ ഗോൾ ബാറിന് കീഴിൽ ഉറച്ചു നിന്ന ഒരു ഭീമ പ്രതിഷ്ഠ തന്നെയായിരുന്നു അജു. അയാൾ തട്ടിയകറ്റിയ ഗോൾ ശ്രമങ്ങളിലാണ് കുറുമ്പാലയുടെ ഭാഗ്യതാരകോദയം കണ്ടത്. അയാൾ വലയെറിഞ്ഞ് ചാടി പിടിച്ചതാണ് ഫൈറ്റേഴ്സിന്റെ കിരീട നേട്ടങ്ങൾ. ഒടുക്കം 4 വർഷങ്ങൾക്കിപ്പുറം തന്റെ സ്വപ്ന നഗരി വിട്ടി ജന്മനാടിന്റെ അമരം പിടിക്കാൻ അയാൾ പുതിയ ഗ്ലൗസ് അണിയുന്നു. യങ് ഫൈറ്റേഴ്സ് പുതുശ്ശേരിയുടെ മാനം കാക്കാൻ അയാൾ ഒരു മഹായാഗക്കളം തന്നെ ഒരുക്കുന്നുണ്ടാവണം. ആ യാഗാഗ്നിയിൽ ജ്വലിക്കാതെ എതിരാളികൾക്കൊന്നും വിജയം സാധ്യമേയല്ല. പിന്നിൽ അജു ഉണ്ടെന്ന ധൈര്യം പോലെ പ്രധാനമാണ് അജുവിന് മുന്നിൽ ആമിർ ഉണ്ടെന്ന വിശ്വാസം. അയാളെ മറികടന്ന് ഒരു പന്ത് ഗോൾ ബാറിന് ചുവട്ടിലേക്ക് എത്തില്ല. എത്തിയാൽ തന്നെ അത് വലയിൽ മുത്തുകയുമില്ല. പടിഞ്ഞാറത്തറ ആമിറിന്റെ ഹോം ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിന്റെ മുക്കും മൂലയും അളന്ന് തിട്ടപ്പെടുത്തിയ സ്റ്റാമിനയും പാസ് അക്യുറസിയും ബോൾ ക്ലിയറൻസും മറ്റാർക്ക് വഴങ്ങും? AC മിലാന്റെ വിഖ്യാത കോച്ച് സാക്കി തന്റെ കുട്ടികളെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. പന്ത് കയ്യിലുള്ളപ്പോൾ എങ്ങനെ കളിക്കണം എന്നത് മാത്രമല്ല, പന്ത് കയ്യിലില്ലാത്തപ്പോൾ എങ്ങനെ കളിക്കണം എന്ന പാഠം. ആ പാഠവും പഠിച്ചിറങ്ങിയ മിലാൻ പ്രതിരോധ നിരയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫുവാദും ആമിറും അൻസിലും സൗരവും ചേരുന്ന യങ് ഫൈറ്റേഴ്സിന്റെ പ്രതിരോധം. വലത് വിങ്ങിൽ സൗരവ് ബിനുവും ലെഫ്റ്റ് വിങ്ങിൽ മുബഷിറും. മാന്യമായ തുകയ്ക്ക് ഫൈറ്റേഴ്സ് ടീമിലെത്തിച്ച കരുത്തുറ്റ താരങ്ങൾ. സ്ട്രൈക്കേഴ്സായി അനസ്, അനിൽ എന്ന 2 ഓപ്ഷൻസ്. ഷഹബാസും നജീറും നൽകുന്ന പൊസിഷണൽ ബാക്കപ്പ്. ഇങ്ങനെ ഈ സീസണിലെ മോസ്റ്റ് സെൻസിബിൾ ഓപ്ഷൻ അപ്രോച്ച് കൊണ്ട് ഒരു സൂപ്പർ ബാലൻസ്ഡ് ടീമിനെ സജ്ജീകരിക്കാൻ യങ് ഫൈറ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. കാത്തിരുന്ന് നേടിയ SPL പ്രവേശം ആദ്യ അവസരത്തിൽ തന്നെ കിരീടത്തിലെത്തിക്കാൻ പുതുശ്ശേരി കടവിന് സാധിക്കുമോ എന്ന് നാം കണ്ടറിയണം. കളിദൈവങ്ങൾ തുണക്കട്ടെ.